പണ്ട് ദക്ഷാപുരി എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ദക്ഷ പ്രജാപതി. വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു രാജാവ്. തന്റെ പോരാട്ട വീര്യത്താൽ 3 ലോകത്തെയും വിറപ്പിച്ചു നിർത്തിയിരുന്ന ഒരു രാജാവ്. ഇങ്ങനെയുള്ള ദക്ഷ പ്രജാപതിക്ക് ഒട്ടനവധി പെൺമക്കളുണ്ടായിരുന്നു. അതിൽ കനിഷ്ഠ പുത്രിയാണ്, അതായത് ഇളയ മകളാണ് സതീദേവി. കഥ കേട്ട് ദുഃഖാകുലരായ ആ സംഘം ഒന്നും മിണ്ടാതെ ആ കാട്ടിലൂടെ സഞ്ചരിക്കുന്നു. അതെ, ചുറ്റുപാടും ഉയർന്നു നിൽക്കുന്ന മരങ്ങളിലാകെ കണ്ണു പതിപ്പിച്ച് ഏത് മരമാണ് അത് എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. അല്ല ശരി, ഇവരിത് എങ്ങോട്ട് പോകും? ഇവരൊരു ചന്ദനമരം അന്വേഷിച്ചു പോവുകയാണ്. ഒരു ചന്ദ്രവരൻ എന്തിനാ ഇത്രയും ആൾക്കാർ? അതെന്തിനാണെന്നോ ഞാൻ പറയാം. കാട്ടിലെ ചന്ദനം തന്നെ വേണം, കാട്ടിലെ ചന്ദനം തന്നെ വേണം. കേട്ടില്ലേ? വെമ്പലനാട്ടിലെ തമ്പുരാട്ടിക്കൊരാഗ്രഹം, ഒരു കട്ടിൽ വേണമെന്ന്. കട്ടിൽ വേണം. അത് കൊള്ളാമല്ലോ. കട്ടിലെന്ന് പറഞ്ഞാലേ സാധാരണ കട്ടിലൊന്നും അല്ല. പിന്നെ ആനക്കൊമ്പ വേണം, മേലാപ്പിനെ ആനമുഖം വേണം, കാലും വേണം, ആനക്കൊമ്പ